നമസ്കാരം. മാർക്കോ എന്ന സിനിമയിൽ നായകനായ ഉണ്ണി മുകുന്ദന്റെ ഫൈറ്റ് സീനിനൊപ്പം തന്നെ ഏറെ പ്രശംസിക്കപ്പെട്ട മറ്റൊരു കാര്യമാണ് നടന്റെ ബോഡി. സിനിമയിൽ സിക്സ് പാക്ക് അടക്കമുള്ള ഒരു മസ്കുലർ ബോഡിയാണ് ഉണ്ണി ഉണ്ടാക്കിയെടുത്തത്. കഠിനമായ വ്യായാമ മുറകൾ ഇതിനായി താരം ചെയ്തിരുന്നു. എന്നാൽ കുറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഇത്തരം ഒരു ബോഡി ലഭിച്ചത് മരുന്ന് കുത്തി വെച്ചിട്ടാണെന്നുള്ള ആക്ഷേപമായിരുന്നു ചിലരുടെ ഭാഗത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിതാ അതിന് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് ഉണ്ണിയുടെ ബോഡി ബിൽഡർ, അതായത് കോച്ചായിരുന്ന ബിജോയ്. ഏതാണ്ട് 16-17 വയസ്സ് മുതൽ ട്രെയിനിങ് തുടങ്ങിയ ആളാണ് ഉണ്ണി മുകുന്ദൻ. അത്രയും വർഷങ്ങളായി ട്രെയിൻ ചെയ്യുകയാണ്. ഇപ്പോൾ 37 വയസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബോഡി ചേഞ്ച് ചെയ്യാൻ അധികം സമയം വേണ്ട. പുള്ളിയുടേത് അനുസരണയുള്ള ബോഡിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വേഗത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഡയറ്റിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ബോഡി ബിൽഡർക്ക് കൊടുക്കുന്ന ഡയറ്റാണ് കൊടുത്തത്. കാർബ്സ് കുറച്ചു, പ്രോട്ടീൻ കൂട്ടി, ഫാറ്റ് സീറോയാക്കി, അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും കൊടുത്തു. ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കുകയായിരുന്നു പ്രധാനം. പുള്ളിയുടെ ഡിമാൻഡും അത് തന്നെയായിരുന്നു. മാർക്കോ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ട്രെയിനിങ്ങും തുടങ്ങിയിരുന്നു. ഒരു ഘട്ടമായപ്പോൾ പുള്ളിക്ക് ഫാറ്റ് പോകുന്നില്ല എന്ന് തോന്നി. അങ്ങനെയാണ് തന്നെ സമീപിച്ചത്. 25 ദിവസത്തെ ട്രെയിനിങ് കൊണ്ടാണ് മാറ്റം ഉണ്ടാക്കിയത്. താൻ ഉണ്ണിയോട് പറഞ്ഞിരുന്നു, താൻ തരുന്ന ഡയറ്റ് അല്ലാതെ പുറത്തു നിന്ന് ഒന്നും തന്നെ കഴിക്കരുത് എന്ന്. 2 സമയത്ത് ചിക്കൻ, 2 സമയത്ത് മുട്ട, ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തി. ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലായതിനാൽ തന്നെ പുള്ളിക്ക് വിശക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഷൂട്ടിനിടയിൽ തന്നെ ഭക്ഷണം കൊടുക്കാൻ പരമാവധി ശ്രമിക്കും. ആ സമയത്ത് പുള്ളി സീറോ കാർബ്സ് ആയിരുന്നു. ആപ്സിന് ക്ലാരിറ്റി വരാൻ വെള്ളം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ദാഹിക്കുമ്പോൾ ഓറഞ്ച് ജെല്ലി സിപ്പ് ചെയ്യാൻ പറയും. ഉണ്ണിയുടെ കൂടെ തന്നെ ഒരാൾ നാരങ്ങയും പിടിച്ച് നിൽക്കുമായിരുന്നുവെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ഉണ്ണി മുകുന്ദൻ ഷൂട്ടിനിടയിൽ 4-5 ഓറഞ്ച് വാരിയെടുക്കും. എന്നാൽ താൻ പിടിച്ചു വാങ്ങും, 1 മതിയെന്ന് പറയും. പുള്ളി ആത്മാർത്ഥമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. മാർക്കോ എന്ന ക്യാരക്ടറിന് സിക്സ് പാക്ക് വേണമെന്നുമില്ല. പക്ഷേ ഉണ്ണിയുടെ നിർബന്ധമായിരുന്നു അത്. മറ്റു താരങ്ങളായിരുന്നുവെങ്കിൽ ഉണ്ണിയുടെ അത്രയും കഷ്ടപ്പെടുമായിരുന്നില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. സെറ്റിൽ ഉണ്ണിയുടെ കൂടെ എപ്പോഴും താൻ ഉണ്ടാകുമായിരുന്നു. ഉണ്ണി കഴിക്കുന്നത് തന്നെയാണ് താനും കഴിക്കുക. ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ണി ഐസ്ക്രീമാണ് ആദ്യം കഴിച്ചതെന്നും ബിജോയ് ഓർക്കുകയാണ്. ഉണ്ണിയുടെ കഠിനാധ്വാനം കണ്ട് ഞെട്ടിപ്പോയി. വളരെ നല്ല ആളാണ് ഉണ്ണി മുകുന്ദനെന്നും ആരും ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് താൻ കണ്ടിട്ടില്ല എന്നും തല്ലിയിട്ട് വരാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരും എന്ന ആളാണ് ഉണ്ണി എന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. ആദ്യ ദിവസം കാർഡിയോ ചെയ്തത് 15 മിനിറ്റ് ആണ്. അന്ന് നന്നായി കിതച്ചു. 2-ാം ദിവസം 30 മിനിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത്രയും ഫോക്കസ്ഡ് ആണ് ഉണ്ണി മുകുന്ദൻ എന്നും അദ്ദേഹം പറയുകയാണ്. ഉണ്ണി മുകുന്ദൻ സ്റ്റിറോയിഡ് അടക്കം കുത്തിവെച്ചു എന്നും അതുകൊണ്ടാണ് ഇത്രയും ബോഡി കിട്ടിയതെന്നും കുറേ സമയത്ത് കൊണ്ട് കിട്ടിയതെന്നുമാണ് ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വെച്ചപ്പോൾ ഫുൾ ബോഡി റിവീൽ ചെയ്യുന്ന ഫോട്ടോ വന്നപ്പോൾ മറ്റുള്ളവരെല്ലാം തന്നെ കമന്റുകളായി വന്നത്. ഉണ്ണി മുകുന്ദൻ യാതൊരു സ്റ്റിറോയിഡും ഉപയോഗിച്ചിട്ടില്ല. ബോഡി ബിൽഡിംഗിൽ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നത് പതിവ് തന്നെയാണ്. പക്ഷെ ഉണ്ണി മുകുന്ദൻ തന്നോട് ആദ്യം തന്നെ വന്ന് പറഞ്ഞത് യാതൊരു മരുന്നും വേണ്ട, നാച്ചുറൽ ആയിട്ട് മാറ്റിയാൽ മതി എന്നായിരുന്നു. സ്റ്റിറോയിഡിന് പകരം ഫുഡ് സപ്ലിമെന്റ്സ് ആണ് പരമാവധി ഉപയോഗിച്ചത്. കൃത്യമായ ഡയറ്റ്, ഗ്ലൂട്ടാമിൻ സപ്ലിമെന്റ്, അതുപോലെ തന്നെ BCW, മസിൽ ഗ്രോസ് വരാതിരിക്കാൻ HMT, കുറച്ച് നാച്ചുറൽ ഫാറ്റ് ബേൺസും അതിനപ്പുറം ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ബിജോയ് പറയുന്നത്.